നിങ്ങൾ ഇപ്പം സ്ഥിരം മദ്യം കഴിക്കുവാണ്. ഇപ്പൊ മദ്യം കഴിക്കുന്ന നിങ്ങൾക്ക് പറയാനായിട്ട് ന്യായീകരണമുണ്ട്. ഞാൻ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ആഹാരം ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾ ന്യായീകരണങ്ങൾ പറയും. നമ്മളെ സ്ഥിരമായി നമ്മുടെ ധ്യാനത്തിൽ വരുന്ന വ്യക്തികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ കടമെടുത്തിട്ട് ഞാൻ പറയുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ബൈബിൾ പറയുന്നത് നീ ഏത് പാപമാണോ നീ ഉപയോഗിക്കുന്നത്, പാപം ചെയ്യാൻ ഏത് കാര്യമാണോ നീ ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന വസ്തു കൊണ്ട് തന്നെ നീ ശിക്ഷിക്കപ്പെടും. നീ മദ്യപാനമാണ്, സ്ഥിരമായി മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത്, ആണെങ്കിൽ നീ ആ മദ്യം എന്ന് പറയുന്ന ആ വ്യവസ്ഥ കൊണ്ട് തന്നെ നീ ശിക്ഷിക്കപ്പെടും. ഒരുപക്ഷെ നിന്റെ ത്രോട്ട് നശിക്കും, ഒരുപക്ഷെ തട്ടലിന് വേദന വരും. കാരണം ഈ മദ്യം കഴിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ വയറ്റിലോട്ടല്ലേ പോകുന്നത്. ആ വയറ്റിൽ പോകുന്ന മദ്യം തലച്ചോറിലേക്ക് പോകുന്നത് ബാക്കിലൂടെ പോകുന്ന സ്പൈനൽ കോഡ് വഴി, നട്ടല് വഴിയാണ് പോകുന്നത്. അങ്ങനെ ആ നട്ടല് ദ്രവിക്കാൻ, നട്ടല് നശിക്കാൻ ഇടയാകും. ത്രോട്ടിന്റെ പ്രശ്നം വരും, ചിലപ്പോൾ നിന്റെ ലിവറിന്റെ പ്രശ്നം വരും, ചിലപ്പോൾ അൾസർ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും, വയറുവേദന, ചിലപ്പോൾ ബ്ലീഡിങ് പോകുന്ന അവസ്ഥ. ഇതെല്ലാം നിനക്കുണ്ടാകുന്നത് എന്ത് കാരണത്താലാണ്? നീ കഴിച്ച മദ്യത്തിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതായത് നീ എന്ത് പാപമാണോ ചെയ്യുന്നത്, പാപം ചെയ്യാൻ ഏത് വസ്തുവാണോ ഉപയോഗിക്കുന്നത്, ആ വസ്തു വഴി തന്നെ നീ ശിക്ഷിക്കപ്പെടും എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. നീ ആഭിചാരവും മന്ത്രവാദവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ ആഭിചാരത്തിന് പോകുന്നു, മന്ത്രവാദത്തിന് പോകുന്നു, ജ്യോതിഷത്തിനൊക്കെ നീ പോകുന്നു എന്ന് ഇരിക്കട്ടെ. പക്ഷെ നീ മനസ്സിലാക്കേണ്ടത്, ഭഗവത്തിന്റെ വ്യവസ്ഥ വെച്ച് ആ ജ്യോതിഷം തന്നെ നിന്നെ നശിപ്പിക്കും, ആ മന്ത്രവാദം തന്നെ നിന്നെ തകർത്ത് കളയും. ആ മന്ത്രവാദത്തിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. മോശയുടെ കാലത്ത് ഈജിപ്തിൽ വെച്ച് നമ്മൾ കണ്ടതാണ്, മന്ത്രവാദികൾക്കും ശക്തിയുണ്ട്. അവർ ചെയ്യുമ്പോൾ അവർ ഒരു സോളിനെ വെച്ചാണ് ചെയ്യുന്നത്. ഒരു സ്പിരിറ്റ് അവരുടെ കൂടെ ഉണ്ട്. ആ സ്പിരിറ്റിനോടാണ് നീ രക്ഷ തേടി പോകുന്നത്. അപ്പൊ ഒരു കൂടോത്രം ആകട്ടെ, ഒരു ആഭിചാരം ആകട്ടെ, ഒരു മന്ത്രവാദമാകട്ടെ, ഒരു ജാതകം എഴുതുന്നതായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനികളുടെ അടുത്താണ് ഞാൻ പറയുന്നത്. മറ്റു മതക്കാർ അത് ചെയ്യുന്നുവെങ്കിൽ അത് അവരുടെ മതം പറഞ്ഞിട്ടാണ്, ക്രിസ്ത്യാനിയോട് അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ നീ ചെയ്താൽ അതേ വസ്തുക്കൾ കൊണ്ട് തന്നെ, അതേ അവസ്ഥകൾ, അതിലടങ്ങിയിരിക്കുന്ന സ്പിരിറ്റുകൾ കൊണ്ട് തന്നെ നീ പീഡനമേക്കേണ്ടി വരും, നീ ദുഃഖമേക്കേണ്ടി വരും. ഇതാണ് ബൈബിൾ നിന്നോട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നീ തകർന്നു പോകാനിട വരും, നശിച്ചു പോകാനിട വരും. കാരണം നീ സ്നാനപ്പെട്ട വ്യക്തിയാണ്. സ്നാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ യേശുവിനെ മാത്രം കർത്താവായി അംഗീകരിക്കുകയും ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും നിന്റെ കർത്താവായി, നിന്റെ പരിപാലകനായി അംഗീകരിക്കേണ്ടത് യേശുവിനെ മാത്രമാണ് എന്ന് നീ പ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മറ്റു മനുഷ്യരെ നമ്മൾ സ്നേഹിക്കും, പക്ഷെ അവരുടെ ആചാരങ്ങളെ, അവരുടെ ദൈവങ്ങളെയോ നമ്മൾ പിന്നാലെ പോകാറില്ല. അവരെ നമ്മൾ സ്നേഹിക്കും, മറ്റു മനുഷ്യരെ നമ്മൾ സ്നേഹിക്കും, അവരെ നമ്മൾ ഉപദ്രവിക്കുകയില്ല, അവർക്ക് പാര വെക്കുകയില്ല, അവരെ സഹായിക്കണമെങ്കിൽ സഹായിക്കും. എല്ലാം നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാൻ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ദൈവങ്ങളെ മോഷ്ടിച്ചോണ്ട് വരാനോ, അവരുടെ ആചാരങ്ങളെ മോഷ്ടിച്ചോണ്ട് വരാനോ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ട് നമുക്കൊരു വചനം എടുക്കാം. ജ്ഞാനത്തിന്റെ പുസ്തകം 11-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ജ്ഞാനത്തിന്റെ പുസ്തകം 11-ാം അധ്യായം, POC ബൈബിളില് ജ്ഞാനത്തിന്റെ പുസ്തകമുണ്ട്, സോളമന്റെ ജ്ഞാനം. അതില് 11-ാം അധ്യായം 15-16 വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണത്. നിങ്ങൾ അതൊന്ന് ഒന്ന് വായിച്ചു നോക്കാമോ? വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് കണ്ടോണേ, വചനം കേട്ടോളൂ. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഹല്ലേലൂയ. അവർ ചെയ്തു. ഇസ്രായേൽ ജനം, ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞതല്ല, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വന്നിട്ട് അവർക്ക് ഈ ഈജിപ്തിലുള്ള ദൈവങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ കൺവേർട്ട് ആകേണ്ടത് ഹാർട്ട് കൊണ്ടാണ്. ഇവർ ഈജിപ്തിൽ നിന്ന് കൺവേർട്ടായി യഹോവയുടെ പക്ഷക്കാരായി മാറി. പക്ഷെ ശരീരം കൊണ്ട് മാറി, കുടുംബം കൊണ്ട് മാറി,
വസ്തുവകകൾ കൊണ്ട് ഇവരിപ്പോ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് യഹോവയെ ആരാധിക്കുന്ന ജനമായി മാറിയിരിക്കുക. പക്ഷെ അവരുടെ ഹൃദയം മാറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ജനിച്ചു വളർന്ന സഭയിൽ നിന്ന് നീ എവിടെയൊക്കെ പോയാലും ഏതെല്ലാം സഭയിൽ പോയി ചേർന്നാലും ശരി, നിന്റെ ഹൃദയം ആ പഴയ ആൾ എപ്പോഴും ഉണ്ടെങ്കിൽ, നീ ചേർന്നത് കൊണ്ടോ നീ പോയത് കൊണ്ടോ കർത്താവിൽ നിന്ന് നിനക്ക് ഒന്നും കിട്ടത്തില്ല. നീ പോയെടുത്ത് ഉറക്കെ അവർ വിളിച്ചു പറയും, നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ അതിശക്തമായ സ്ഥലത്താണ്. അതെല്ലാവരും പറയും, ശക്തമായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ദൈവരാജ്യം. എത്ര പേരുണ്ട്? 30 പേര്. ഈ 30 പേർക്കും ദൈവരാജ്യം. അടുത്തുള്ളവന്റെ സഭയിൽ എത്ര പേരുണ്ട്? അടുത്തുള്ളവന്റെ സഭയിൽ 80 പേരുണ്ട്. അവൻ പോകത്തില്ല, കാരണം നമ്മളെ പോകത്തുള്ളൂ. അങ്ങനെ ഓരോരുത്തവർക്കും അവകാശങ്ങളാണ്. ഞാൻ പറയുന്നതിൽ അവർ തെറ്റുണ്ടെന്നോ അത് ശരിയേടാണെന്നോ അല്ല ഞാൻ പറയുന്നത്. അവരവരുടെ സഭയെ ഡെവലപ്മെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ലീഡേഴ്സിനുണ്ട്. അത് കാരണം ലീഡേഴ്സ്, നിങ്ങൾ എൻ്റെ പ്രയർ ഹാളിൽ വന്നിരിക്കുന്നത് തെറ്റല്ല, നിങ്ങൾ രക്ഷപ്പെടും എന്ന് ഉത്ബോധിപ്പിക്കേണ്ടത് അവരവരുടെ ആവശ്യമാണ്. ആ വ്യവസ്ഥ വെച്ചാണ് അവരത് പറയുന്നത്. കാരണം നിങ്ങൾ ദുരുപദേശത്തെ കീഴിലല്ല വന്നിരിക്കുന്നത്, സത്യോപദേശത്തെ കീഴിലാണ് വന്നിരിക്കുന്നതെന്ന് അതാത് ലീഡേഴ്സ് പറയുമ്പോഴും അതിന് വിമർശിക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്റെ ഹൃദയത്തില് ഇതുവരെയായിട്ട് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നീ പലയിടത്തായിട്ട് ഇങ്ങനെ ഒരിടത്ത് സ്നാനമേറ്റു, അത് കഴിഞ്ഞ് അടുത്തടുത്ത് പോയി ഇങ്ങനെ നീ ഓടി നടക്കുന്നത്. കാരണം ട്രിവാൻഡ്രത്ത് ഞാൻ വൺ ഡേ പ്രയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞതാണ്, ബ്രദറെ ഞാൻ ആദ്യമേ IPC സ്നാനം പറ്റു, പിന്നെ അവിടെ ശരിയാവത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ പോയി സ്നാനം പറ്റു. അവിടെ ശരിയാവത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഇൻഡിപെൻഡന്റ് സഭയിട്ടിരിക്കുന്ന ഒരു TV-യിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ്, അവിടെ പോയി സ്നാനം പറ്റു. അവിടെ ശരിയാവത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെടുത്ത് അവരുടെ വാർഡിലുള്ള ഒരു ചെറിയ ചർച്ചുണ്ട്, അവിടെ പോയി സ്നാനം പറ്റു. അതും ശരിയാകുന്നില്ല. അതുകൊണ്ട് ബ്രദറെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുക, ജീസസ് മിഷനിൽ സ്നാനമുണ്ടോ ബ്രദറെ? എങ്ങനെയുണ്ട് ഈ വാട്ട് കേസ്? മനസ്സിലാക്കാം. ഇതാണ് വട്ട് പിടിച്ച സാധനമുണ്ട്. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ പ്രദേശത്തിനെല്ലാം അറിയാം. അതായത് നിങ്ങൾ സ്നാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് അത് കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഹാർട്ട് കൊണ്ട് മാറണം. നിങ്ങളുടെ ഹാർട്ട് കൊണ്ട് എവിടോട്ട് മാറണം? ദൈവരാജ്യത്തിലേക്ക് മാറണം. എവിടെയാണ്? യേശുക്രിസ്തു ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ദൈവരാജ്യത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം മാറാതെ നിങ്ങൾ ഈ സഭ കടന്ന് മാറിയിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും? എന്ത് പ്രയോജനം കിട്ടും? നിങ്ങൾ മനുഷ്യരെ ആശ്രയിക്കുന്നവരാണ്. ദൈവത്തെ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ, നിങ്ങളൊരു തൊഴുത്തിലാണെങ്കിലും നിങ്ങളുടെ ഹാർട്ട് കൺവേർട്ട് ആയാൽ മതി യേശുവിലേക്കും വചനത്തിലേക്കും. ദൈവം സ്വീകരിക്കാമെന്ന് തെളിവ് സഹിതം പറയുന്നുണ്ട്. ദൈവം നിങ്ങളെ സ്വീകരിക്കുമെന്ന് തെളിവ് സഹിതം പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരം നിൽക്കുന്നത് ചെളിയുള്ള സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഹാർട്ട് നിൽക്കുന്നത് ദൈവരാജ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധി ചെയ്യാൻ ആ ദൈവത്തിന് സാധിക്കുമെന്ന് അറിഞ്ഞോളൂ. യേശുവേ ആരാധന. ഞാൻ അതുകൊണ്ടാണ് ആ വചനം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. എല്ലാവരും ഒന്നുകൂടെ വായിച്ചോളുക. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ജ്ഞാനത്തിന്റെ പുസ്തകം 11-15 മുതൽ വായിക്കാം. അവിടെ ഇപ്പൊ നിങ്ങളിത് ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഈജിപ്തുകാരുടെ ദൈവങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഈ മോശയുടെ കൂടെ ഇറങ്ങി തിരിച്ച വ്യക്തികൾ, നീയാകുന്ന നിന്റെ പഴയ സ്വഭാവം ഉപേക്ഷിക്കാതെ ഓടി നടന്ന് സഭ മാറുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളും ഇവരും സെയിം തന്നെയാണ്. ഇവരിവിടെ വന്നിട്ട് ഈ മരുഭൂമിയിൽ വന്നിട്ട് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവർ ഈജിപ്തിലെ പാമ്പിനെയും തേളിനെയും ഒക്കെ ഇവർ പൂജിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതേ പാമ്പിനാൽ മരണപ്പെടാൻ ദൈവം അനുവദിച്ചു കൊടുത്തു. ദൈവം അവരെ സംരക്ഷിച്ചില്ല. സംരക്ഷിക്കാതെ വന്നാൽ ആ മരുഭൂമിയിലുള്ള പാമ്പ് തനിയെ ഇറങ്ങും, ഇവരെ കുത്തും. അത് നീ മനസ്സുകൊണ്ട് ഏത് പാപമാണോ നിന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് അതേ പാപം കൊണ്ട് തന്നെ നീ ശിക്ഷിക്കപ്പെടും. ചില വ്യക്തികൾ മാതാപിതാക്കൾ എതിർത്തു, സമൂഹം എതിർത്തു, ധ്യാനഗുരുക്കന്മാർ എതിർത്തു, ലീഡേഴ്സ് എതിർത്തു, കരഞ്ഞു പറഞ്ഞു, മോളെ നീ അവനെ കല്യാണം കഴിക്കരുതേ, ഇത് ശരിയല്ല, ഇത് ദൈവഹിതമല്ല. ദൈവഹിതമല്ല എന്ന് പറഞ്ഞ ദൈവദാസന്മാരെ കോപത്തോടെ നോക്കി ക്രൂരമായി അവരെ അതുവിധം പറഞ്ഞു. മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാട്ടുപോകാൻ പറഞ്ഞു. സഹോദരങ്ങളെ അധിക്ഷേപിച്ചു. അങ്ങനെ
ദൈവഹിതമല്ലാത്ത പാപത്തിൽപ്പെട്ട ഈ മക്കൾമാർ, ഈ സഹോദരിമാർ അല്ലെ ഈ സഹോദരന്മാർ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി മാറി? അവർ വിവാഹം കഴിച്ച വ്യക്തിയുമായി ചേർന്ന് പോകാനാവാതെ ഡിവോഴ്സായ എത്ര കേസുകൾ. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഒരു നിമിഷം പോലും അയാളുടെ കൂടെ കഴിഞ്ഞിട്ട് എനിക്കൊരു സ്നേഹം കിട്ടിയിട്ടില്ല. കല്യാണത്തിന് മുമ്പ് അയാൾ കാണിച്ചതല്ല കല്യാണം കഴിഞ്ഞു. എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്റെ മക്കളെ ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾ രാത്രിയിൽ പേടിച്ചിരുന്നിട്ടുണ്ട്, ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ ഈ മനുഷ്യനൂടെ എന്തിനാ ജീവിക്കുന്നത്? പാപം ചെയ്യാൻ ദൈവത്തെ കളഞ്ഞ്, പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കളഞ്ഞ്, ദൈവത്തിന്റെ ഉപദേശകരെ കളഞ്ഞു, മാതാപിതാക്കളെ കളഞ്ഞ് പാപം ചെയ്യാൻ നീ എടുത്ത വ്യക്തി തന്നെ നിനക്ക് കെണിയായി മാറും. ഇതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെ ദൈവം തരണം. അത് തരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു സമ്മതം കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് കെണിയായി മാറും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. യേശുവേ ആരാധന. അതുകൊണ്ട് ബൈബിൾ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. ഒരിക്കൽ ഒരു ഡോക്ടർ, ഞാൻ എവിടുന്ന ഏതാണെന്നൊന്നും പറയുന്നില്ല, കാരണം ആരെയെ കുറിച്ച് പറയല്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ. ഒരു സൈക്കാട്രി ഡോക്ടറാണ്. അവർ നല്ല വിദ്യാഭ്യാസമുള്ള, സൈക്കാട്രിയുടെ പല പഠനങ്ങൾ പരീക്ഷ എഴുതി പാസ്സായി പലതിൻ്റെയും സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡോക്ടറാണ്. അപ്പൊ അവര് വന്നിട്ട്, ഈ സൈക്കാട്രി ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ സാരി തലയിലൂടെ ഇട്ട് ഇങ്ങനെ മുഖം മറച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോ പേര് പറഞ്ഞു, വർക്ക് ചെയ്യുന്നവൻ പറഞ്ഞു, എന്താ സിസ്റ്റർ പ്രശ്നം? ഇല്ല ബ്രദർ, പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും അവർ പറയത്തില്ല. അവരുടെ കാര്യം അവർക്ക് തുറന്നു പറയാൻ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാൻ തലയിൽ പിടിക്കാം. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, ഞാൻ അതേ പിന്നെ ടൈമില്ലാതെ ചെന്നിരുന്നതാ, ഇവർക്കിപ്പോ ഒന്നും പറയും വേണ്ട. പക്ഷെ അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവരുടെ തലയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു, തലയ്ക്ക് വെച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്തെങ്കിലും വിഷൻ ഉണ്ടെങ്കിൽ, ദർശനം ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു പാമ്പ് കിടന്ന് ഇങ്ങനെ ആടുന്നതായിട്ട് കാണിച്ചു. ഇങ്ങനെ പാമ്പ് കിടന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, ഡോക്ടറിന് വേണ്ടി പ്രയർ ചെയ്യുമ്പോഴല്ല ഒരു പാമ്പ് കിടന്ന് ആടുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ പെട്ടെന്ന് ഞെട്ടി തിരിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രശ്നം അതാ ബ്രദറെ എന്ന് പറഞ്ഞു. എന്റെ പ്രശ്നം അതാ. അതെന്തോ ബ്രദർ, എന്താ ഡോക്ടറിന്റെ പ്രശ്നം എന്താ? ബ്രദറെ, എന്റെ മോൻ ഡോക്ടറിന് പഠിച്ചോണ്ടിരിക്കുക, MBBS പഠിച്ചോണ്ടിരിക്കുക. ഞാൻ അവനെ ഇരുത്തി പഠിപ്പിക്കുക. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ വരുമ്പോൾ ഈ മൂർഖം പാമ്പ് എന്നെ കൊത്താൻ വരുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ അവനെ പിടിച്ച് തള്ളി വളരെ വിളിച്ച് ബഹളം ഉണ്ടാക്കും. അങ്ങനെ എനിക്കിത് പുറത്ത് പറയാൻ വയ്യ. എനിക്ക് തന്നെ, ഞാൻ സൈക്കാട്രി ആയിട്ട് വരും, എനിക്ക് തന്നെ ടാബ്ലറ്റ്സ് ഏതാണെന്ന് അറിയാം. പക്ഷെ ഞാൻ ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്കത് മാറ്റമില്ല. ആരെങ്കിലും ഉറങ്ങി തൂങ്ങുന്നത് കണ്ടാൽ എനിക്ക് പാമ്പിനെ പോലെ തോന്നുകയാണ്. ഞാൻ ബഹളം ഉണ്ടാക്കും, ഞാൻ മാനസിക ഭ്രാന്തി കാണിക്കും. ഇതാണ് എന്റെ പ്രശ്നം. ബ്രദർ പറഞ്ഞത് തന്നെ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ബ്രദർ, എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്റെ ബ്രദറിന് അറിയാലോ, ഞാൻ ഇതിൻ്റെ അകത്ത് ഡബിൾ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്നു. എന്റെ ഈഗോ ആയിരിക്കും അവർ വെച്ച് ആദ്യം ഞാൻ മൗനമായിട്ട് ഇരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവർ അവസാനം ക്ലിയർ ആയിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ കാരണം അന്വേഷിച്ചു. കർത്താവിൻ്റെ അടുത്ത് ഒരു വിഷന് വേണ്ടി യാചിച്ചതനുസരിച്ച് കർത്താവ് അവരെ രക്ഷിക്കാനുള്ളത് കാരണം, അവരെ വിടുതൽ കൊടുക്കാനുള്ളത് കാരണം കർത്താവ് മറ്റൊരു വിഷയം വെളിപ്പെടുത്തി തന്നു. അതായത് ഒരു സർപ്പത്തെ പൂജിക്കുന്ന തരത്തിലുള്ള ഒരു ആലയം അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് പണിയുന്നതായിട്ട് കാണിച്ചു. ഞാൻ ചോദിച്ചു, ഹസ്ബൻഡ് ആരാണെന്ന് ചോദിച്ചു. ഹസ്ബൻഡ് വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ആ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഇതെന്നറിയാം, അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾക്കെല്ലാം ആരാധിക്കാനായിട്ട് ദുർമന്ത്രം നടത്താനായിട്ട് ഒരു പാമ്പ് വെച്ചുള്ള ഒരു സംഭവം, ഞാനത് ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് അദ്ദേഹം അങ്ങനെ ഒരു നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു, ഈ പാമ്പാരാധന നടന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറെ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വിഭ്രാന്തിയായി. അതായത് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിന് വന്നു. കാരണം ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾ അത്ര ശക്തമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞുള്ള അറിവ്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്ക്, അപ്പൊ ഈ വൈഫിനോട് ഇയാൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വെച്ചു കൊടുത്ത കാര്യവും ഒന്നും പറഞ്ഞിട്ടില്ല.
പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഇവരോട് ചോദിച്ച സമയത്ത് ഇവര് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് വന്ന ഏതോ ഒരു സ്പിരിറ്റ്, അവിടെ ആരാധിക്കുന്ന ഏതോ ഒരു സ്പിരിറ്റ് ഇവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ബിബ്ലിക്കലി നമുക്കറിയാം, നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടമാണ് ക്രിസ്ത്യാനികൾ. ദൈവത്തിന്റെ ആത്മാവ് വഴി നടത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിശക്തമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ ഈവിൾ സ്പിരിറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ദൈവം ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഈവിൾ സ്പിരിറ്റിനും ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈവിൾ സ്പിരിറ്റിന്റെ ആരാധിക്കുന്ന ഒരു വ്യവസ്ഥ ഒരാൾ ഉണ്ടാക്കിയാൽ, ഒരു കുടുംബനാഥൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ബൈബിളിൽ പറയുന്ന പോലെ അവൻ ആ വസ്തുവിനാൽ ശിക്ഷിക്കപ്പെടും. അവന്റെ കുടുംബം അവൻ ആ പാപം ചെയ്യാൻ എന്താണോ അവൻ നിർമ്മിക്കപ്പെട്ടത് അതേ വസ്തുവിനാൽ അവൻ പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, യേശുവേ ആരാധന. അവിടെ ഓരോ പൂജകൾ നടക്കുമ്പോൾ, അവിടെ ഓരോ വർഷിപ്പുകൾ നടക്കുമ്പോൾ അതനുസരിച്ച് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കാരണം ഇവർ സ്നാനപ്പെട്ടവരാണ്, ഇവർ ക്രിസ്ത്യാനിയാണ്, ഇവർ ദൈവത്തിന്റെ വചനം എടുത്തവരാണ്. അങ്ങനെ ആയി കഴിഞ്ഞു. ലാസ്റ്റ് ഇവരെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ പ്രയറും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലേക്ക് വരണം, വചനത്തിലേക്ക് വരണം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് അവരിൽ നിന്ന് ആ കെട്ട് അഴിഞ്ഞു മാറിയത്. ഇങ്ങനെ പറയാറുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്റെ ദേഹത്ത് പാമ്പ് വന്ന് വീഴുന്നതായിട്ട് കാണുക, എന്നിട്ട് ഇഴയുന്നതായിട്ട് അനുഭവപ്പെടുക, അലറി വിളിച്ച് ചാടി എഴുന്നേൽക്കുക. ഇങ്ങനെ അനുഭവമുള്ളവർ എത്ര പേരാണ് വന്നിരിക്കുന്നത്? ചാടി എഴുന്നേറ്റ് ഓടുകയാണ്, ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അറിയാം ഓരോ ധ്യാനത്തിലും. അതായത് അവർ ഉറങ്ങിക്കിടക്കുക, പെട്ടെന്ന് പാമ്പ് വന്ന് ദേഹത്ത് വീഴുക, എന്നിട്ട് പാമ്പ് കറക്റ്റായിട്ട് ഇഴയുന്ന അനുഭവം ഉണ്ടാവുക, ഓടുക, റൂമിൽ എഴുന്നിട്ട് അലറി വിളിച്ച ഓടുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അനുഭവമുള്ളവർ ഓർക്കുക, ഇതുമായി ബന്ധപ്പെട്ട് പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വസ്തുവിനാൽ നീ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി, ഇപ്പൊ നമ്മുടെ ഇനി നടക്കാൻ പോകുന്ന തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ധ്യാനത്തില് അവള് വരുന്നുണ്ട്. അതായത് അവളുടെ ദേഹത്ത് ഒരു പാമ്പ് വഹിച്ചുണ്ട്. അങ്ങനല്ലയോ? അവളുടെ ദേഹത്ത് ഒരു പാമ്പ് വന്ന് ചുറ്റുകയല്ലേ ചെയ്തത്? അങ്ങനല്ലേ ആ ദേഹത്തെല്ലാം പാട് വീണത്? അല്ലേ? പാമ്പ് കടിക്കുന്നതായിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ, ചുറ്റുന്നതായിട്ട് പറഞ്ഞു. അത് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞത്, അവിടെ ദേഹത്ത് ഒരു പാമ്പ് വന്ന് ചുറ്റി. അവിടെ കൈക്ക് വേദനയാണ്, ഉറങ്ങിക്കിടക്കപ്പെട്ട സ്വപ്നമാണ് കാണുന്നത്. വേദനയായി അവിടെ കയ്യിൽ നിന്ന് കഴിഞ്ഞുപോയി. അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ ജസ്റ്റ് കേട്ടോളൂ. പക്ഷെ അവിടെ ദേഹം മൊത്തവും പാമ്പിന്റെ തൊലി പോലെ ഇങ്ങിപ്പായിട്ടുണ്ട്. ദേഹം മൊത്തം. ഇപ്പൊ ഈ തിങ്കളാഴ്ചത്തെ ധ്യാനത്തില് ഞാൻ വരാൻ പറഞ്ഞു, ഡെലിവറൻസ് ചെയ്ത് മാറ്റാന്ന് പറഞ്ഞു. അവള് ഇപ്പൊ അവള് ചികിത്സയിലാണ്. ഡോക്ടർമാർ ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഡോക്ടർമാർ പലതാ പറയുന്നത്. പക്ഷെ ഇത് മാറത്തില്ല. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഈവിൾ സ്പിരിറ്റുകളുണ്ട്. ഈവിൾ സ്പിരിറ്റ് അറ്റാക്ക് മാറണമെങ്കിൽ അതിനെ ഡെലിവറൻസ് ചെയ്യണം. ദൈവത്തിന്റെ ദാസന്മാർ ആ സ്പിരിറ്റിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ ഈ മരുന്ന് ഏക്കാൻ തുടങ്ങും. പിറ്റേന്ന് മുതൽ അവർക്ക് ഒരു ചെറിയ മരുന്ന് കഴിച്ചാൽ മതി, അത് മാറും. ഇനി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോഴായാലും അത് പൂർണ്ണമായും സൗഖ്യപ്പെടും. ഇഷ്ടംപോലെ സംഭവങ്ങളാണ് പൂർണ്ണമായും സൗഖ്യപ്പെടാവുന്നത്. നോക്കി, നിസ്സാരം. തലേന്ന് രാത്രിയിൽ പാമ്പ് ദേഹത്ത് വന്ന് ചുറ്റുന്നു. പാമ്പ് കൈയുടെ വേദന, പാട് എല്ലാം രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നു. പിറ്റേന്ന് മുതൽ അവിടെ ദേഹം പാമ്പിന്റെ തൊലി പോലെ ഇങ്ങനെ വ്രണമായി കിടക്കുന്നു. അവള് വരുന്നുണ്ട് തിങ്കളാഴ്ച. നിങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾ എന്ത് പറയുന്നതിന്? ഇങ്ങനെയുള്ള സത്യസന്ധമായ അനുഭവങ്ങൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് കാരണമാണ് പറയുന്നത്. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ നിൻ ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും മാറ്റാതെ വെച്ചിരിക്കുന്നത്, ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചിട്ടും, ഈ വചനം പോലെ നിന്നോട് സംസാരിച്ചിട്ടും നിനക്കൊരു കുലുക്കമില്ലാതെ നീ അതൊക്കെ ഇപ്പോഴും വെച്ചുകൊണ്ടിരുന്നാൽ ആ വസ്തുവിനാൽ തന്നെ നീ പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. വളർന്ന് പന്തലിച്ച ഒരു രാജ്യമായിരുന്നു ദാവീദിന്റെ കാലത്ത് ഇസ്രായേൽ.
ഞാൻ നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല, പഴയ നിയമം പറഞ്ഞു. പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു ഏകദേശ രൂപം പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നാൽ അന്ന് ദാവീദിന്റെ മകൻ സോളമൻ മരിച്ച സമയത്ത് സോളമൻ രാജാവിന്റെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ശത്രു രാജ്യങ്ങളില്ലായിരുന്നു. യുദ്ധം ചെയ്യാൻ ഉള്ളതെല്ലാം മിത്രങ്ങളുമാണ്. മിത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. കാരണം അപ്പൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദാവീദ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ ഇന്ന രാജ്യങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ സകല രാജ്യങ്ങളും അവശേഷിച്ചത് അപ്പൻ കീഴടക്കി തന്റെ രാജ്യത്തോട് ചേർന്നു. അങ്ങനെ ദൈവം പറഞ്ഞതെല്ലാം അപ്പൻ പൂർത്തീകരിച്ചു. സോളമന് യുദ്ധം ചെയ്യാൻ രാജ്യങ്ങളില്ലായിരുന്നു. ഉണ്ടായിരുന്നതെല്ലാം സ്നേഹിതർ മാത്രമാണ്. അങ്ങനെ യുദ്ധമില്ലാതെ ഇദ്ദേഹം പണത്തിലും സ്വർണത്തിലും വ്യഭിചാരത്തിലും ഒക്കെ കഴിഞ്ഞ് അവസാനം മന്ത്രവാദത്തിന് വരെ പോകുന്ന അവസ്ഥയിൽ അദ്ദേഹം മാറി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സമാധാനമുള്ള ഇസ്രായേൽ രാജ്യം, സ്വസ്ഥതയോടെ കൂടി നടന്ന രാജ്യം പിന്നീട് ഭയങ്കരമായ വിപത്തിന് ഇടയായി മാറി. അവിടെ നടന്നത് എന്താണ്? അവിടെ ഇവർ അടിമയായതിനു ശേഷം അവരുടെ ജെറുസലേം തെരുവീതികളിൽ പട്ടിണിയായി. ജെറുസലേം ശത്രുക്കൾ വന്നിട്ട് വയലുകളും മുന്തിരിത്തോപ്പുകളും സകലതും വെട്ടി കളഞ്ഞു. ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒലിവ് മരങ്ങൾ വെട്ടിക്കളയുക. ഇതാണ് അവർ ചെയ്യുന്നത്. നമുക്കറിയാം, പിന്നെ അതിനെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇസ്രായേൽ ടൂറിന് പോയി കഴിഞ്ഞാൽ ഗെത്സമേൻ തോട്ടത്തിലെത്തിയാൽ 2-3 ഒലിവ് മരങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ളതെല്ലാം ടൈറ്റസ് വെട്ടിക്കളഞ്ഞു. കാരണം ജെറുസലേമിന്റെ ഒലിവ് മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. പക്ഷെ റോമന്റെ ഒലിവ് മരമായിരുന്നു അവിടെ നിന്നിരുന്നത്. റോമന്റെ 3-4 ഒലിവ് മരം ഉണ്ടായിരുന്നു. അത് റോമൻ ഒലിവ് മരമായത് കാരണം അയാൾ അത് വെട്ടിയില്ല, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു. ഒരു രാജ്യത്തിലേക്ക് യുദ്ധത്തിന് കയറി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷ്യവസ്തുക്കൾ ആദ്യം നിർമ്മാർജ്ജനം ചെയ്യും. എന്ന് പറഞ്ഞാൽ നിർമൂലം നശിപ്പിക്കും. അത് മൊത്തം ഡാമേജ് ആക്കി കളയും. അവരുടെ കഴിക്കുന്ന ഫുഡ് കൊടുക്കുന്ന മരങ്ങൾ, കൃഷി എല്ലാം നശിപ്പിക്കും. അപ്പോൾ ഒലിവ് നശിപ്പിക്കും, മുന്തിരിത്തോട്ടം നശിപ്പിക്കും, വയലുകൾ നശിപ്പിക്കും, സകലതും അവർ തീയിട്ട് കളയും. കാരണം പട്ടിണി കിടന്ന് ജനം മരിക്കണം. പിറ്റേന്ന് മുതൽ മാവില്ല, വീഞ്ഞില്ല, ഒലിവ് കായില്ല, ഒന്നുമില്ല. ആഹാരത്തിന് വേറെ നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങൾ ഇവരെ പിന്നെ കൊല്ലേണ്ട കാര്യമില്ല. എന്നിട്ട് ഇവർക്ക് ഉപരോധം ഏർപ്പെടുത്തും. ഇതിന്റെ അകത്ത് കടന്ന് ഇവർ ആഹാരമില്ലാതെ പട്ടിണി കടന്ന് നരകിച്ച് മരിക്കുന്ന അവസ്ഥ. അതാണ് ആദ്യകാലത്ത് സോളമൻ രാജാവിന് ശേഷം ഇസ്രായേലിൽ നടന്ന ക്രൂരമായ അവസ്ഥ. അതായിരുന്നു ക്രൂരത. അങ്ങനെ ജെറുസലേം കവാടത്തിന്റെ ആ മതിലിന്റെ അകത്ത് ഒരുപാട് സ്ത്രീകൾ പട്ടിണി കിടന്ന് മരിച്ചതെങ്ങനെ? അവരുടെ മക്കൾ അപ്പത്തിന് വേണ്ടി അമ്മയുടെ മടിയിൽ കിടന്ന് കരഞ്ഞ് അവസാനം അമ്മയുടെ മടിയിൽ കിടന്ന് അവരിങ്ങനെ ഫിക്സ് വന്ന്, പട്ടിണി മൂലം ഫിക്സ് വന്ന്, ഞൊരയും പതയും വന്ന് കണ്ണ് മേപ്പോട്ട് ഉയർത്തി ശ്വാസമെടുത്ത് മരിക്കുന്നത് സ്വന്തം അമ്മമാർ മക്കളെ കാണുകയാണ്. ദൈവം പറയുന്നുണ്ട്, നിങ്ങൾക്കിത് വരും, നിങ്ങൾക്ക് ഈ ആപത്ത് വരും, നിങ്ങൾ കരയും, നിങ്ങൾ നിലവിളിക്കും. കാരണം ആരാധിക്കേണ്ട എന്നെ, സത്യദൈവമായ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ വ്യാജത്തിന്റെ പുറകെ പോയി. വ്യാജം നിങ്ങൾക്ക് നൽകിയ ശിക്ഷയാണത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയാണ്. യെശയ്യായിലൂടെ ദൈവം പറയുന്ന വാക്യമാണ് നമ്മൾ കേൾക്കാനിടയാകുന്നത്. യെശയ്യാ 2:6-10 എന്താണ് പറയുന്നത്? യെശയ്യാ 2:6-10. അങ്ങ് സ്വന്തം ജനത്തെ, യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. കാരണം രാജ്യം കിഴക്കുന്നുള്ള ആഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫിലിസ്തീനെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട്. അന്യജനതകളുമായി അവർ കൂട്ടുചേരുന്നു. അവരുടെ ദേശം സ്വർണ്ണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവർ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും കർത്താവുമായിട്ട് മെസ്സേജ് എടുക്കുന്ന പരിപാടിയെല്ലാം ഇവരങ്ങ് നിർത്തി. ഇവരുടെ ആഭിചാരം വഴിയുള്ള ദുർഭൂതങ്ങൾ, മന്ത്രവാദം വഴിയുള്ള ദുർഭൂതങ്ങൾ ഇസ്രായേൽക്കാർ അതിന്റെ പുറകെ പോയി. ഈ ഏകദൈവത്തെ കളഞ്ഞിട്ട് അതിന്റെ പുറകെ പോയി. അവർ പറയുന്നത് പോലെ ഇവർ ജീവിക്കാൻ തുടങ്ങി. ആ ജീവിക്കാൻ തുടങ്ങിയ കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് അവിടെ എന്തുകൊണ്ട് നിറഞ്ഞു? അവിടെ ദുർഭൂതങ്ങളെ കൊണ്ടും മന്ത്രവാദികളെ കൊണ്ടും നിറയാൻ തുടങ്ങി. തുറന്ന് വായിക്കുമ്പോൾ
ജനതകളുമായി അവർ കൂട്ടിച്ചേരുന്നു. അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്യ ജനതകൾ, ഇത് ചിലവരുണ്ട് എത്ര വചനം കേട്ടാലും മാറത്തില്ല. അന്യജാതിയുടെ സംസ്കാരം നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു പുച്ഛം പോലെ. എന്തുകൊണ്ടാണ്? വചനമില്ല. മതമുണ്ട്, വചനമില്ല. മതമാണുള്ളത്, മതത്തിന്റെ അടിമകളാണ്, വചനത്തിന്റെ അടിമകളല്ല. വചനമുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം വചന അടിസ്ഥാനത്തിലേക്ക് വരും. മതമാണെങ്കിൽ മറ്റു മതങ്ങളുമായി ഇടകലരും. ആ മതങ്ങളുടെ ഭവനങ്ങളിൽ എന്തൊക്കെ ചെയ്യുന്നു അത് നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കും. കാരണം വചനമില്ലാത്തതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വചനം നിങ്ങളിലേക്ക് വരണം. വന്നില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് പറയുന്ന പ്രസംഗികരെ നിങ്ങൾക്ക് തെരുവിളിക്കാം, പറയുന്ന പ്രസംഗികർക്കെതിരെ പിറുവിറുക്കാം നിങ്ങൾക്ക്. പക്ഷെ ഇങ്ങനെ പിറുവിറുത്തവരാണ് ഇസ്രായേൽക്കാർ. അവസാനം അവരുടെ മക്കളുടെ മരണം മാതാപിതാക്കൾ കാണേണ്ടി വന്നു. മക്കളുടെ മരണം മാതാപിതാക്കൾ കാണേണ്ടി വരികയാണ്. എന്ത് കാരണമാണ്? ഈവിൾ സ്പിരിറ്റുമായി കണക്ട് ചെയ്ത് നീ ജീവിച്ചു. അതാണ് അതിന്റെ കാരണം. തുടർന്ന് വായിക്കുമ്പോൾ അവരുടെ നിക്ഷേപങ്ങൾ കളവില്ല, അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ്, അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ. ഇത് കേട്ടോണേ, അതെല്ലാവരും വായിച്ച തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ, തങ്ങളുടെ തന്നെ കരവേലയുടെ മുൻപിൽ അവർ കുമ്പിടുന്നു. അതായത് ഞാൻ പണ്ട് യേശുവിനെ വരച്ചു. ഞാൻ പറയാ, യേശു ക്രിസ്തുവിനെ വരച്ചിട്ട് ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ ഞാൻ വരച്ച യേശുവാണ് അവിടെ പ്രധാനമായിട്ട് അവർ ആ വീട്ടിൽ വെച്ചിരുന്നത്. നിങ്ങൾ നോക്കണം, എന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വരച്ച യേശുവിന്റെ ഫോട്ടോ പറ്റിയാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഈ യേശുവിനെ ഞാൻ വരച്ച ആ യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞും ഞാൻ വരച്ച ആ പടം കേരളത്തിൽ പലയിടത്തും വിറ്റഴിച്ചതാണ്. അങ്ങനെ ഈ യേശുവിനെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാകെ വെച്ചിരിക്കുന്നത് ഞാൻ വരച്ച യേശുവിനെ, അത് ഞാൻ വരച്ചാണെന്ന് അറിയാതെ വെച്ചിരുന്നതാണ്. അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരതോടെ മെഴുകുതിരി കത്തിച്ചു, അതിൻ്റെ മുമ്പിൽ തിരിയുണ്ട് കത്തിച്ചു, സംഭ്രമണ തിരിയൊക്കെ കത്തിച്ചിട്ട് ബ്രദറെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിഗ്രഹ ആരാധകനായതിന്റെ പേരിൽ ഞാൻ വരച്ച യേശുവിന്റെ മുമ്പിൽ ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു കല്ലുകടി തോന്നി. വരച്ചത് ഞാനല്ലേ, എന്നിട്ട് ഞാൻ തന്നെ അതിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് വന്നത് ഞാൻ വരച്ച പടത്തിന്റെ അടിയിൽ എൻ്റെ പേര് കിടപ്പുണ്ട്, ഷിബുവേലായിരുന്നു കിടപ്പുണ്ട്. അല്ല, വെറുതെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ അഡ്രസ് ചെറുതായിട്ട് എൻ്റെ പേരിന്റെ അടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വായിച്ചോ. അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. അതല്ല, അത് അവനവനുണ്ടാക്കിയ, അതൊന്നും വായിക്കാൻ തങ്ങൾ തന്നെ നിർമ്മിച്ച, ഞാൻ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ, പടത്തിന്റെ മുമ്പിൽ, തങ്ങളുടെ തന്നെ കരവേലയുടെ മുൻപിൽ, എന്റെ തന്നെ കരവേലയുടെ മുമ്പിൽ അവർ കുമ്പിടുന്നു. ഞാൻ തന്നെ കുമ്പിട്ടു. അത് കഴിഞ്ഞ് വായിച്ചു. മർത്യൻ അവമാനിതനാകുന്നു, ഞാൻ അപമാനിതനാകുന്നു. മനുഷ്യൻ തന്നെ തരം താഴ്ത്തുന്നു, ഞാൻ എന്നെ തന്നെ അവരുടെ മുമ്പിൽ തരം താഴ്ത്തി. അടുത്തത്, അവരോട് ക്ഷമിക്കരുതേ, എന്നോട് ക്ഷമിക്കല്ലേ, പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ, പൊടിയിൽ ഒളിക്കുവിൻ, അങ്ങനെ കർത്താവിന്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ. എന്റെ അടുത്ത് പറയാണ്, നീ രക്ഷപ്പെട്ടോ, നിന്റെ ഈ ക്രൂരതയ്ക്ക് നീ അനുഭവിച്ചോളൂ. ഞാൻ അങ്ങനെ കുറെ അനുഭവിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഈ മനുഷ്യനുണ്ടാക്കുന്ന ദൈവത്തെ ആരാധിക്കാതെ മനുഷ്യൻ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്ത സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാനും പ്രചരിപ്പിക്കാനും തുടങ്ങിയത് അങ്ങനെയാണ്. ഇനി മനുഷ്യനുണ്ടാക്കിയ ദൈവത്തെ ആരാധിച്ചുള്ള പരിപാടി ഇനി വേണ്ട, അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം അതിനെ കുറെ ആരാധിച്ച് കോണം പിടിക്കാതെ നടന്നത്, നാശിച്ച് നാരായണമായി നടന്നത്. അതോടുകൂടി സൃഷ്ടാവിനെ ആരാധിക്കുന്ന, സൃഷ്ടിയെ ആരാധിക്കുന്ന പരിപാടികൾ നടത്തി സൃഷ്ടാവിനെ ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൃഷ്ടിയെ ആരാധിക്കുന്ന പരിപാടിയായിരുന്നു എന്റേത്. അങ്ങനെയാണ് മുടിഞ്ഞു പോയത്. അതങ്ങ് നിർത്തി കൊടുത്തു. നിർത്തി ഇപ്പൊ ആ സൃഷ്ടി ദൈവമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും ഉള്ളിൽ അത് വരുത്തില്ല. ഏതോ ഒരു താടിക്കാരൻ അതേ വരുത്തുള്ളൂ. അതൊന്നും ദൈവമായിട്ട് ഞങ്ങളുടെ ഒന്നും ഉള്ളിൽ വരികയില്ല. ഏതോ ഒരു താടിക്കാരൻ പൊടിയും തടിയും വളർത്തി ഡാവഞ്ചി റോമിലുള്ള ഒരു കുറ്റവാളിയെ
അയാളെ വെച്ചുകൊണ്ട് വരച്ചതാണ്. ഒരു കുറ്റവാളിയാണ്. അയാളെ പിന്നീട് തൂക്കിക്കൊന്നു, അയാളെ കൊന്നുകളഞ്ഞു. അയാളുടെ പേസാണ് നിങ്ങൾ ഈ മെഴുകുതിരി എത്തിക്കുന്ന ആൾ താടിക്കാരന്റെ പേസ്. അതുകൊണ്ട് സൃഷ്ടിയെ ആരാധിക്കുവാണ്, സൃഷ്ടാവിനെ ആരാധിക്കുന്നില്ല. അത് കാരണം എന്ത് ചെയ്തു? നിനക്ക് ആപത്തുണ്ടായി, നിനക്ക് അനർത്ഥമുണ്ടായി, നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ അറിയത്തില്ല. നീ സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം വ്യാജനെ ആരാധിച്ചു, വ്യാജ സൃഷ്ടിയെ നീ ആരാധിച്ചു. അതുകൊണ്ടാണ് നീ ഗുണം പിടിക്കാതെ പോയത്. ഇതാണ് ദൈവം നമ്മളോട് വചനത്തിലൂടെ പറയുന്നത്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ആരാധന രീതിയിൽ നിന്ന് ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. പൂർവ്വപിതാക്കന്മാർ ആരാധിക്കുന്നത് എന്താണ്? അവർ വല്ലപ്പോഴും സന്ധ്യാസമയമാകുമ്പോൾ രാമൻജിയുടെ പടത്തിന്റെ മുമ്പിൽ മെഴുകുതിരി എത്തിക്കും. അത് കഴിഞ്ഞ് ബുക്ക് നോക്കി എന്തൊക്കെയോ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവർ പഴയ അളവിൽ ജീവിക്കും. പിന്നെ പള്ളി പെരുന്നാൾ വരുമ്പോൾ പോകും. പിന്നെ ഏതെങ്കിലും പുണ്യാളന്മാരുടെയോ പുണ്യവതിയുടെയോ സഹതയുടെയൊക്കെ വരുമ്പോൾ അതിന്റെ പുറകെ കൂടെ പോകും. പണ്ടൊരു ചിന്തകൻ പറഞ്ഞത് ഓർക്കുകയാണ്. ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്: നീ ജനിക്കുമ്പോൾ പാപപ്പെട്ടവനായി ജനിച്ചാൽ അത് നിന്റെ തെറ്റല്ല, അത് നിന്റെ കുഴപ്പമേ അല്ല. നിന്നെ കുറ്റം പറയാൻ ആർക്കും സാധ്യമല്ല, കാരണം നീ ജനിച്ചത് പാവപ്പെട്ടവനായിട്ടാണ്. എന്നാൽ ഒന്നും പറയും, നീ മരിക്കുമ്പോഴും അതേ പാവപ്പെട്ടവനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് നിന്റെ മാത്രം തെറ്റാണ്. അത് എന്റെ മനസ്സിൽ ആ ചിന്ത കേൾക്കുന്നു. ഈ കുടുംബത്തിൽ ജനിച്ചു, പാവപ്പെട്ടവനായി ജീവിച്ചു, പാവപ്പെട്ടവനായി മരിക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് തയ്യാറല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു പൂർവികർ നടന്നത് കർത്താവിന്റെ കൂടെ ആയിരുന്നെങ്കിൽ തലമുറകൾ നശിക്കത്തില്ലായിരുന്നു. ഒരു കുടുംബത്തിൽ ശാപം വരുന്നത് എങ്ങനെയാണ്? നാവ് കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. നാവിനാൽ ശാപം വരുത്തി വെക്കാം, പ്രവൃത്തിയാൽ നിങ്ങൾക്ക് ശാപം വരുത്തി വെക്കാം. നിങ്ങളുടെ നാവ് മറ്റുള്ളവർ നിങ്ങളെ ഓർത്ത് കരയാനിടയാക്കുക. നീതി ആരുടെ ഭാഗത്താണ് എന്ന് ദൈവം നോക്കും. നീതി ആരുടെ ഭാഗത്താണ്, നീതികേട് ആരുടെ ഭാഗത്താണ്, ഇത് ദൈവം നോക്കും. അഥവാ നീതികേട് നമ്മുടെ ഭാഗത്താണെങ്കിൽ ആ കണ്ണുനീരെല്ലാം ശാപമായി കിടക്കും. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയാകും. നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ നാവ് നിന്നാണ് ശാപം വരുത്തുന്നത്, പ്രവൃത്തിയിൽ നിന്നാണ് ശാപം വരുന്നത്. അപ്പൊ പറയാം, യേശുക്കൾ ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് ഓടിയകലുവിൻ എന്ന് യേശുക്രിസ്തു വിധിയുടെ ദിവസം പറയുന്നുണ്ട്. ശപിക്കപ്പെട്ടവരെ, അപ്പൊ വിധിയുടെ ദിവസം വരെയും ശാപമുള്ളവരുണ്ടെന്നുള്ളതിന്റെ ഏക തെളിവാണ് ആ വചനം. വിധിയുടെ ദിവസത്തിൽ എന്താണ് പറയുന്നത്? ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ സന്തതികൾക്കുമായി ഒരുക്കിയിരിക്കുന്ന തീ തടാകത്തിലേക്ക് പോ എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ശപിക്കപ്പെട്ടവരെ എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ശാപം നിറഞ്ഞു നിൽക്കുന്നവരെ എന്നും അതിനർത്ഥമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശാപം നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ, നമ്മളിൽ നിന്ന് അഴിയണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ജെറമ്യായുടെ പുസ്തകം 15-18-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഈ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉത്തരം ലഭിക്കും. എല്ലാവരും വചനം ഒന്ന് വായിക്കാമോ? ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ബൈബിൾ എടുത്തിട്ട് ജെറമ്യ 15-18-21 നമുക്കൊന്ന് വായിക്കാമോ? ജെറമ്യ പറയാ, ജെറമ്യയോട് കർത്താവും ജെറമ്യയും തമ്മിലുള്ള സംഭാഷണം. അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതെടുക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സംഭവം എടുക്കാം. ജെറമ്യ അറിയാം, ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ട്, ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ മകനാണ്, അങ്ങയുടെ ഒപ്പം ഞാൻ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ദുഃഖം മാറുന്നില്ല, എനിക്ക് പ്രയാസം മാറുന്നില്ല, എന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല, എനിക്ക് ദുഃഖവും ദുരിതവുമാണ്, എനിക്കൊരു വ്യത്യാസം വരുന്നില്ല എന്ന് ജെറമ്യ പറയാം. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി എന്താണ്? നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. നീ എന്നിലേക്കാ വരേണ്ടത്, നീ അവിടെ ഇവിടെ ഓടി കിടക്കുമല്ലോ. നീ വരേണ്ടത് എന്നിലേക്കാ. നീ തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കർത്താവ് പറയാം, സദ്വചനങ്ങൾ മാത്രം സംസാരിച്ച നല്ല കാര്യങ്ങൾ സംസാരിക്കണം. അതാണ് കർത്താവിന്റെ വചനങ്ങൾ സംസാരിക്കാം, മാന്യമായ കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാം. അങ്ങനെ നീ ഒന്ന് സംസാരിച്ചു നോക്കാം, വ്യത്യാസം വരുന്നുണ്ടോ നോക്കാം. അത് കഴിഞ്ഞ എന്താണ്? സദ്വചനം മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാവും. നീ എന്റെ നാവ് പോലെയാവും. അവർ നിന്റെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങി പോകുകയില്ല. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയെ നിന്നെ ഞാൻ ഉയർത്തും.
നീ എവിടെ തകർന്നു കിടന്നോ ആ വാർഡിൽ നീ നശിച്ചവനെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ സ്വന്തക്കാര് ഇതുപോലൊരുത്തൻ ഇങ്ങനെ കുടുംബത്തെ നാണം കെടുത്താനായി നശിച്ച് നാറാഗുണമായി കിടക്കുകയാണെന്ന് സ്വന്തക്കാർ നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കർത്താവിനെ സാധിക്കും. അവരുടെ നാവ് കർത്താവിൻ്റെതായി മാറണം. വിലകെട്ട് വീട് മൊത്തവും മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞു, അതും പറഞ്ഞു, ഇതും പറഞ്ഞു, ഒന്നിലും തൃപ്തിയില്ലാത്ത നിന്റെ ജീവിതം, ഒരു തരത്തിൽ നിനക്കൊരു തൃപ്തിയില്ല. എന്ത് ചെയ്താലും തൃപ്തിയില്ല, എന്ത് ചെയ്താലും അതിലൊരു വിമർശനം കണ്ടെത്തി ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കിയുള്ള നിന്റെ ജീവിതം വിലകെട്ടവ പറഞ്ഞ് 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 നീ നടക്കുകയാണ്. അങ്ങനെയുള്ള നിന്റെ ജീവിതത്തിൽ അത് പറയാതിരുന്നാൽ, നീ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ നിന്നെ ഉയർത്തും ദൈവം. ആരൊക്കെ തള്ളിപ്പറഞ്ഞു, ആരൊക്കെ നിന്നെ ചെറുതാക്കിയോ, ആരൊക്കെ നിന്നെ വേണ്ട എന്ന് വെച്ചോ, ആരൊക്കെ നിന്നെ കണ്ടാൽ മിണ്ടാതെ പോയോ, അവരുടെയൊക്കെ മുമ്പിൽ മാന്യമായ സ്ഥാനം നൽകി ദൈവം നിന്നെ എടുത്തു കൊണ്ടുവരും. ദൈവം നിന്നെ ഉയർച്ച നൽകി അനുഗ്രഹിക്കാം. നിന്റെ മക്കൾക്ക് പഠിപ്പ് നൽകാം. നിന്റെ മക്കൾ ജയിക്കും. നിന്റെ മക്കൾ അടുത്ത കോളേജിൽ ചേരും, അവിടെ പാസ്സായി അടുത്ത ഡിഗ്രി എടുത്ത് നിന്റെ മക്കൾ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോ നിന്നെ പരിഹസിച്ചവർ മൂർഖത്ത് വിറപ്പിച്ചുകൊണ്ട് അയ്യോ എന്ന് വിളിക്കുന്ന തരത്തിൽ നിന്റെ ദൈവത്തിന് നിന്നെ മാറ്റാൻ സാധിക്കാം. നിന്റെ നാവ് എന്റെ നാവായി മാറിയാൽ, നിന്റെ നാവ് എന്റെ നാവായി മാറിയാൽ, ദൈവമില്ലാത്ത സമയത്ത് മറ്റുള്ളവരെ തെറിവിളിച്ചു, മറ്റുള്ളവരെ തോന്നിയാൾക്ക് സംസാരിക്കുന്ന നാവാണെങ്കിൽ നീ പ്രാർത്ഥനയ്ക്ക് ഇരുന്നതിന്റെ പേരിൽ, ദൈവത്തിന്റെ പ്രവാചകന്മാർ പറഞ്ഞതിന്റെ പേരിൽ ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ നടക്കും എന്ന് നീ ഓർത്തുകൊള്ളുക. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ മുമ്പിൽ തീരുമാനമെടുക്കണം. കർത്താവിന്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കും എന്നൊരു തീരുമാനം ഞാനും എടുക്കണം, നിങ്ങളും എടുക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ പലയിടത്തായിട്ട് ഈ ആത്മീയ വളർച്ചയ്ക്കായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു കേരളത്തിന് പുറത്തുള്ള ഒരു ബാംഗ്ലൂരിലെ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ കൺവെൻഷന് ഇന്റർവ്യൂ സമയം ആയപ്പോൾ ചില പ്രവാചകർ നിന്ന് പലരുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രവചനം പറയുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പൊ ഞാൻ ആ പ്രവചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെ തലയിലും കൈവച്ചിട്ട് ഇവർ പറയുന്ന പ്രവചനങ്ങൾ വളരെ വളരെ കൗതുകമുള്ളതായിരുന്നു. ഒരു പ്രവചനം, ദൈവം നിന്നെ മാനിക്കുന്നു, ദൈവം നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകും, ദൈവം നിന്നെ 2 ഫ്ലൈറ്റ് കയറ്റും. ഇങ്ങനെയൊക്കെയുള്ള പ്രവചനം ശരിയാണ്. അങ്ങനെയുള്ള പ്രവചനം തെറ്റാണ്? അല്ല, തെറ്റല്ല. ദൈവം ഒരാളെ ഇന്ന രാജ്യത്ത് കൊണ്ടുപോകും എന്ന് പറയുന്ന പ്രവചനമൊക്കെ ശരി തന്നെ, അതിലൊന്നും തെറ്റല്ല. ഒരു മനുഷ്യന്റെ ജീവിതം ദൈവം കൺട്രോൾ ചെയ്ത് നയിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ദൈവമാണ് നോക്കുന്നത്. അവർക്ക് നന്മ വരുന്നതും തിന്മ വരുന്ന എല്ലാം ദൈവം അവരെ മുൻകൂട്ടി അറിയിക്കും. അതൊന്നും ഒരു തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കത്തില്ല. അത് തെറ്റുമല്ല, അങ്ങനെ പറയാം. പക്ഷെ അടുത്ത ആൾ വന്നപ്പോഴും അയാൾ പറയുന്നതും ഇതേ ഡയലോഗിന്, ദൈവം നിന്നെ വേറൊരു ദേശത്തോണ്ടും ആ ദേശത്തിലെ രാജാവ് പോലും നിന്നെ കണ്ട് കുമ്പിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചനം. അടുത്ത ആൾ വന്നു കഴിഞ്ഞപ്പോഴും ഇത് തന്നെ. ഞാനൊരു 10-15 പേരുടെ പ്രവചനത്തിന് വെയിറ്റ് ചെയ്തു ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഈ കേട്ടുകൊണ്ടിരുന്നതെല്ലാം ഇവരെ അങ്ങ് റോയൽ സ്റ്റൈലാക്കുന്ന പ്രൊഫസിയാണ് ഞാൻ ബാംഗ്ലൂരിൽ കേട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്നോട്ട് ഞാൻ തിരിച്ചു എൻ്റെ ഹോട്ടൽ റൂമിലേക്ക് പോയി. പിന്നെ വൈകുന്നേരമാണ് അവർക്ക് പ്രയർ ഉള്ളത്. അപ്പോൾ വൈകുന്നേരം പോയി, ഒന്നും ആരെയും വിധിക്കാൻ പോയില്ല, ആരെയും ഒന്നും പറയാൻ പോയില്ല. വൈകുന്നേരത്തെ അവരുടെ പ്രയർ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ, പോസിറ്റീവ് പറയും, ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട്, പക്ഷേ നെഗറ്റീവ് ഞങ്ങൾ പറയും. കർത്താവ് ചിലവരെ വഴക്ക് പറയാറുണ്ട്, കർത്താവ് ചിലരെ അടിക്കാറുണ്ട്. നീ ഇന്ന വഴിയിലൂടെ നടന്നാൽ നീ നശിക്കും എന്നൊക്കെ കർത്താവ് ഞങ്ങളുടെ ദൈവദാസന്മാരിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന വഴി കൂടെ നടക്കരുത്, നീ നശിച്ചു പോത്തേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഇതിനകത്ത് അങ്ങനൊന്നും പറയുന്നത് ഞാൻ കേട്ടില്ല. ഇങ്ങനെയുള്ള ഒരു വിഷയം ചില ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങളുടെ JVDMലുള്ള
ദൈവദാസ്യന്മാർ ചിലവർക്ക് ദൂത് കൊടുക്കുമ്പോൾ അവരുടെ ആത്മീയത കുറവുള്ളതായി കാണുന്നു എന്നൊക്കെ ദൂത് കൊടുക്കും. ഇവരെന്നിട്ട് പറയും, നിങ്ങളുടെ ആത്മീയത ഇപ്പൊ കുറവാണ്, നിങ്ങളുടെ ബൈബിൾ വായന, പ്രാർത്ഥനയില്ല, നിങ്ങളുടെ ഹാർട്ട് കറക്റ്റ് അല്ല, ഇങ്ങനൊക്കെ പറയും. ഇവർക്ക് കേൾക്കാൻ ഇഷ്ടം, നിന്റെ പ്രാർത്ഥന ദൈവം കണ്ട് സന്തോഷിക്കുന്നു, നിന്റെ അരൂപി ദൈവം കണ്ടിട്ട് ദൈവം പോലും ചിന്തിക്കുന്നു, ഇത്രയും അരൂപി എനിക്കില്ലല്ലോ എന്ന്. ഇങ്ങനെയൊക്കെയുള്ള പ്രവചനം കേൾക്കാനാണ് ഇവർക്കൊക്കെ ഇഷ്ടം. ഇപ്പൊ തിരിച്ചു പറയുമ്പോൾ ഇവർക്കൊക്കെ നൊമ്പരമാണ്. അപ്പൊ ഞാൻ ഈ ദാസന്മാരടുത്ത് പറഞ്ഞു, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ പറയുക, പക്ഷെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ട് നിങ്ങൾ പറയാനായിട്ട് അവരോട് പറയുണ്ടായി. പക്ഷെ യഥാർത്ഥത്തിൽ നിനക്ക് പ്രാർത്ഥന കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ദൈവം ഒരു കഴുത വഴിയായി പ്രാർത്ഥന കുറവാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മനസ്സ് ഇല്ല എങ്കിൽ യഥാർത്ഥമായും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അല്ല. എനിക്ക് പലരുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലവരെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് കുറവ് വരും, നിന്റെ വിശ്വാസം പോലും നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് പലർക്കും പറഞ്ഞു, എന്റെ വിശ്വാസം എങ്ങനെ, ഞാൻ നല്ല ഉറച്ച വിശ്വാസിയല്ലേ, ഞാൻ അങ്ങനല്ലേ എന്നൊക്കെ. സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം അങ്ങനെ ഒരു പറച്ചിലുണ്ടാകും. പക്ഷെ ഞാൻ പലരുടെ അനുഭവം കണ്ടുണ്ട്, ആ പ്രവചനത്തിന് ശേഷം 1-2 മാസത്തിന് ശേഷം അവരുടെ ഗ്രൂപ്പ് ആടിയൊലയുകയും പിന്നീട് അവരുടെ വിശ്വാസം തള്ളി പറയുന്ന അവസ്ഥയിൽ അവരുടെ നാവ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയും, എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ല, എനിക്ക് ആരിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് അവര് പറയുന്ന അവരുടെ നാവ് ഉയരുന്നത് ഞാൻ കേൾക്കാനിടയാക്കി. അപ്പൊ ഞാൻ ചിന്തിക്കും, ആ പൊട്ട കഴുത ഇവരെ നോക്കിയിട്ട് പറഞ്ഞു ഒരു കാലത്ത് എന്ത് പറഞ്ഞു? ഇവരുടെ നമ്മൾ പറയത്തില്ലേ, പൊട്ട കഴുതകളായ പ്രവാചകൻ അവർ ഇങ്ങനെ പറഞ്ഞു, നീ ദൈവത്തെ കൂടെ നീ ആത്മീയത കുറവാണ്, നീ പ്രാർത്ഥനയെ തള്ളിപ്പറയും എന്ന് പറയുന്ന പ്രവചനങ്ങൾ 2-3 മാസം കഴിയുമ്പോൾ അതുപോലെ സംഭവിക്കുകയാണ്. അന്ന് ഇത് കേട്ടപ്പോൾ അവർക്ക് ഷോക്കായിരുന്നു. പക്ഷേ 3-4 മാസം കഴിഞ്ഞപ്പോൾ അത് തന്നെ സംഭവിക്കുന്നു. അതിനർത്ഥം ഈ ഈവിൾ സ്പിരിറ്റ് ഒരുക്കിയിരിക്കുന്ന കെണി, നിനക്കെതിരെ ഒരുക്കിയിരിക്കുന്ന കെണി ദൈവത്തിന്റെ ആത്മാവ് ആ സമയത്ത് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് നിനക്ക് പറഞ്ഞു തരുന്നതാണ്. പക്ഷെ അത് കേൾക്കാൻ നിനക്ക് താല്പര്യക്കുറവായിരിക്കും. പക്ഷെ അതേ സംഭവിക്കൂ, അതേ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുത്തുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിയെ തിരുത്തുന്ന പ്രവചനം ദൈവം നടത്തുന്നത്. നീ തകർന്നു കിടക്കുന്ന നിന്റെ കഷ്ടത, നിന്റെ പ്രശ്നങ്ങൾ തകർന്നു കിടക്കുക. ആ തകർന്നു കിടക്കുന്നത് അതെങ്ങനെയെങ്കിലും അതൊന്ന് ക്ലിയർ ആക്കി മുന്നോട്ട് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ ദൈവം ചെയ്തു, മറ നീക്കി നിന്റെ പാപം വെളിപ്പെടുത്തി തരും. മറ നീക്കി നിന്റെ ഭക്തിക്കുറവ് ദൈവം വെളിപ്പെടുത്തി തരും. മറയില്ലാതെ വെളിപ്പെടുത്തി തരും. അപ്പൊ നിനക്ക് നൊമ്പരം ഉണ്ടാവും, നിനക്ക് വേദന ഉണ്ടാവും, നീ കുറ്റം പറയും, പ്രവചനം പറഞ്ഞവർക്കെതിരെ തിരിയും. പക്ഷേ അതാണ് പ്രവചനം. അതാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വിലാപങ്ങളുടെ പുസ്തകത്തില് 2-ാം അധ്യായം 11-12 വായിച്ചു നോക്കുക. കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുകൾ ക്ഷയിച്ചു. കരഞ്ഞ് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഇരുന്ന് കരയാൻ? ഇങ്ങനെ ഇരുന്ന് നിലവിളിക്കാൻ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ദൈവദാസന്മാർ ശരിയായ പ്രവാചകനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് സുഹൃത്തിയിൽ പ്രവാചകന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റി. അതാ പറ്റിപ്പോയത്. ശരിയായ പ്രവാചകൻ ജെറമ്യ പറഞ്ഞു, നിന്റെയൊക്കെ വിഗ്രഹാരാധന, നിന്റെയൊക്കെ മന്ത്രവാദം, നിന്റെയൊക്കെ ആചാരകരം, നിന്നെയൊക്കെ നോക്കിക്കോ, ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാതെ ഭിത്തി, നീയൊക്കെ നല്ല വസ്ത്രം പോലും ഇല്ലാതെ നഗ്നരായി നീയൊക്കെ നടക്കൂടാ. അത് കഴിഞ്ഞ് ഒരു ഭിത്തി തുരന്നിട്ട് ആ ഭിത്തി കൂടെ അങ്ങോട്ട് ചാടും, ഭിത്തി കൂടെ ഇങ്ങോട്ട് ചാടും, ഭിത്തി കൂടെ എല്ലാ ദിവസവും അങ്ങോട്ട് ചാടും, ഭിത്തി തുരക്കും ചാടും. അങ്ങനെ ചാടിക്കൊണ്ടിരുന്നപ്പോ കുട്ടികൾ ഉൾപ്പെടെ ഇരുന്ന് ചിരിച്ചു. പ്രവാചകന്മാർക്ക് നോക്കി ഒരു ഭിത്തി അദ്ദേഹം തന്നെ തുറക്കും, എന്നിട്ട് അദ്ദേഹം തന്നെ ആ ഭിത്തിയുടെ ഇടയിൽ കൂടെ ഒരു ഊട്ടയിട്ടിട്ട് ഊട്ടയിൽ കൂടെ ചാടി കളിക്കുന്നു. ഇവിടെ എലിക്ക് പിടിക്കുകയാണോ? ഇതെല്ലാം പറയും. അപ്പോഴേ ബാക്കിയുള്ള പ്രവാചകൻ അപ്പുറത്തുനിന്നുകൊണ്ട്, നിന്നെ ജോർദാനിൽ കൊണ്ടുപോകും, നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകും, നിന്നെ അമേരിക്ക പ്രസിഡന്റ് കാണുമ്പോൾ കുമ്പിട്ട് നിന്നെ നമസ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് നിന്നുകൊണ്ട് വേറെ പ്രവാചകർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക.
ഇവിടെ ഇവയാണ് നീ. അപ്പോ ബാക്കിയുള്ള ഭക്തി കളിച്ചത് ജർമ്മയോട് വെച്ചു, ജർമ്മിയ എന്തോ ഈ കാണിക്കുന്നത്? ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് എലി ചാടുന്നത് പോലെ അതിനോട് ചാടുന്നത്. നീയും നിന്റെ അപ്പനും നിന്റെ മക്കളും ഇതുപോലെ ബുദ്ധി ചോർന്ന് ഓടോടാണ്. ഇതാണ് പ്രവചനം. പറഞ്ഞു മനസ്സിലാക്കുക, ഇതാ പ്രവചനം. അപ്പൊ അവന് ഇഷ്ടപ്പെടുന്നു. പൊടാവുന്നത് ജർമ്മയെ പിടിച്ച് പൊട്ട കെട്ടിക്കൊണ്ടിടും. അകത്തേക്കുന്നവൻ പറയുന്നു, നിന്നെ ഉന്നതനാക്കും, നിന്നെ രാജാവും പ്രൈവറ്റ് സെക്രട്ടറിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് നിൽക്കുന്നവൻ പ്രവചനം. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴാണ് പണിയൊക്കെ പാളി. യെരമ്യാ പറഞ്ഞത് സംഭവിച്ചു. ഓരോന്ന് പട്ടിണി കിടക്കാൻ തുടങ്ങി, ഓരോന്നിന്റെ കുഞ്ഞുങ്ങൾ ചാവാൻ തുടങ്ങി. ഇതുപോലെ ഭിത്തിക്ക് ഊട്ടയിട്ടിട്ട് അവനും അവന്റെ അപ്പനും ശത്രുക്കളെ ഭയന്ന് പുറത്തേക്ക് എലി ചാടുന്നത് പോലെ ചാടി. ഉടുക്കാൻ വസ്ത്രമില്ലാതെ അരയിൽ ഒരു ചണനൂല് മാത്രം കെട്ടിക്കൊണ്ട് ഇവന്മാർ ഓടി. ഹല്ലേലൂയ. ബാക്കിയുള്ള നല്ല പ്രവചനം പറഞ്ഞവന്മാരും ഇതുപോലെ മുട്ടയിട്ടോടി, ഇതുപോലെ ചണനൂല് കൊടുത്തോണ്ടോടി. ഇത് പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് സൂര്യയിൽ പ്രവചനം കേൾക്കാൻ പോകുന്നവരൊക്കെ ഒന്ന് തിരിച്ച് ചിന്തിക്കും. നിന്റെ പാപം വെളിപ്പെടുത്താൻ മറന്നെങ്കിൽ ദൈവത്തിന്റെ ആൾക്കാർ, ദൈവം അയക്കുന്ന കൊച്ചു ദൈവദാസിമാർ, കൊച്ചു ദൈവദാസന്മാർ വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, മറന്നെങ്കിൽ അവർ നിന്നോട് സംസാരിക്കുക, നിന്നെ പുനരുദ്ധരിപ്പിക്കാം, നിന്നെ പുനരുദ്ധരിപ്പിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വായിക്കുക, വചനം വായിക്കുക. കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുകൾ ക്ഷയിച്ചു, എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്, എന്റെ ഹൃദയം ഉരുകിപ്പോയി. എന്തെന്നാൽ എന്റെ ജനത്തിന്റെ പുത്രൻ നശിച്ചു, ശിശുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു. മുന്തിരിയില്ല, അപ്പമില്ല, ഒലിവതൈയില്ല, ഒന്നുമില്ല. അടുത്തത്, മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ, മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ. അമ്മയുടെ മടിയിൽ വെച്ച വെച്ചെന്ന ജീവൻ പോകുന്നത് അമ്മയുടെ മടിയിൽ വെച്ച. അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പം ഇനി എവിടെയെന്ന് ചോദിക്കുന്നു. ജെറുസലേം പുത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും? നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും? നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും? നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും? കന്യകയെ സിയോൻ പുത്രി, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും? അതായത് ദൈവഭക്തരായ, കഴുതയായ, ബുദ്ധിഹീനരായ, വിദ്യാഭ്യാസമില്ലാത്തതായ ദൈവദാസന്മാര് നിന്നെ നോക്കി നിന്റെ ആത്മീയതയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മറുപടി എന്തായിരുന്നു? ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ? നിന്റെ മറുപടി എന്താ? മാസങ്ങൾ കഴിഞ്ഞപ്പോ നിന്റെ അവസ്ഥ എന്തായി? നിന്റെ ആത്മീയതയ്ക്ക് കോട്ടം തട്ടിയോ? നിനക്ക് കുലുക്കം സംഭവിച്ചില്ലേ? നിനക്ക് പ്രശ്നമുണ്ടായില്ലേ? മറന്നേക്ക് അവര് സംസാരിച്ചതാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അടുത്തത് വായിച്ചോ. കന്യകയെ സിയോൻ പുത്രി, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും? നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ്, ആർക്ക് നിന്നെ പുനരുദ്ധരിക്കാനാവും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. നിന്റെ പ്രവാചകന്മാർ നിന്നെ അമേരിക്ക കൊണ്ടുവന്നു. നിനക്ക് കർത്താവിന് ഇത്ര അരൂപിയില്ല, നിനക്കാണ് ഫുൾ അരൂപി. കർത്താവ് മൊത്തം നിന്നിലങ്ങ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. നീ നോക്കിക്കോ, നീ പാകിസ്ഥാൻ കീഴടക്കും എന്നൊക്കെ പറഞ്ഞപ്പോ നീ അപ്പോഴത്തേക്ക് ഒരു ഭാഷ വരെ. പണ്ട് ഞങ്ങളുടെ കൂടെ ഒരു ആളുണ്ടായിരുന്നു, ഞങ്ങളുടെ അത് ഞങ്ങളെല്ലാം പറയുന്ന ഒരാളാണ്. ഞങ്ങള് പിന്നെ കൊടുത്തിരിക്കുന്ന ആയ പുള്ളിക്ക്, ഓ അച്ചായൻ ഇന്നലെ ആ സ്റ്റേജിൽ കയറിയിട്ട് അച്ചായൻ ഇന്നലെ അങ്ങോട്ട് ഹല്ലേലൂയ പറഞ്ഞതും ജനങ്ങളിലേക്ക് അന്ന് രൂപി അങ്ങ് ഒഴുകുകയായിരുന്നു. അപ്പോഴത്തേക്ക് കാറിയിരിക്കുന്ന അച്ചായൻ ഉടനെ അപ്പോഴത്തേക്ക് അയാൾക്കത് കേൾക്കുമ്പോൾ ഒരു ഭാഷാപരമുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും മറ്റേ ആള് അച്ചായന്റെ ഇന്നലത്തെ കൗൺസിലിങ്ങിലുണ്ടല്ലോ, ഒരു ലേഡി മൊത്തം യേശുവിലേക്ക് വന്നു. അപ്പൊ ഞങ്ങളാരെങ്കിലും ഈ അച്ചായനെ അച്ഛന്റെ ഈ ഇത് ശരിയായില്ല, ആൾക്കാർ സ്റ്റേജിൽ കയറി ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞ അച്ഛനത് കോപമാണ്. അപ്പോഴത്തെ ഈ ഭാഷാവരം വരുത്തില്ല. സുഖിപ്പിക്കുമ്പോൾ ഒന്ന് പൊക്കി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ആരവമുണ്ട്. ആ ആരവം അത് ദൈവമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് നിങ്ങളൊന്ന് വല്ലപ്പോഴൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. മനസ്സിലാവും. നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ
അവർ മറം നീക്കി കാണിച്ചില്ല. കണ്ടോ, നിന്റെ ഐശ്വര്യം, അതാ വാക്ക് ശ്രദ്ധിച്ചോ, നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ, നിന്റെ ആത്മീയത പുനഃസ്ഥാപിക്കാൻ, നിന്റെ ഭക്തി പുനഃസ്ഥാപിക്കാൻ വേണ്ടി മറ നീക്കി അവർ പറഞ്ഞില്ല. ജെറമ്യ മറ നീക്കി പറഞ്ഞു, ഇവർ പറഞ്ഞില്ല, ഇവർ സുഖിപ്പിച്ചു കൊടുത്തു. അവസാനത്തായി അവന്മാരും ഓടി, ഇവരും പ്രവചനം നടത്തിയവരോടി, പ്രവചനം കേട്ട് വിശ്വസിച്ച് സന്തോഷിച്ചവരും ഓടി. അതാണ് ഇവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്.